തന്ത്രിക്ക് വാജിവാഹനത്തിലുള്ള അധികാരം സംബന്ധിച്ച് വ്യക്തത തേടി തന്ത്രി സമാജം നൽകിയ 2012 നൽകിയ കത്തിലെ ദേവസ്വം ബോർഡിന്റെ വിശദീകരണത്തിലാണ് തന്ത്രിക്കല്ല ദേവസ്വം ബോർഡിനാണ് വാജിവാഹനത്തിൽ പൂർണ്ണമായ അധികാരം എന്ന് വ്യക്തമാക്കുന്നത്. പ്രശാന്ത് കൃഷ്ണ പറയും കൂടുതൽ വിവരങ്ങൾ. പ്രശാന്ത്, ഏറ്റവും നിർണായകമായ വിവരമാണ് അത്. വാജിവാഹനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ചർച്ചകൾ നമ്മൾ കണ്ടതാണ്. എന്താണ് ഇതിൽ തെളിയുന്നത്? 2017 ശബരിമലയിൽ പുതിയ കൊടിമരം സ്ഥാപിച്ചപ്പോൾ സംസ്കരിച്ച കൊടിമരത്തിന്റെ മുകളിലെ അയ്യപ്പന്റെ വാഹനമായ വാജിവാഹനം തന്ത്രിക്ക് അവകാശപ്പെട്ടതാണ്. അല്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉത്തരവിൽ വ്യക്തമാണ്. 2012 ദേവസ്വം കമ്മീഷണറുടെ കത്ത് പ്രകാരം തന്ത്രിക്ക് അവകാശമില്ലെന്ന് വ്യക്തമാക്കുന്ന ദേവസ്വം ഉത്തരവുണ്ട്. ക്രിയാദികൾക്ക് ശേഷം ആചാരപരമായി തന്ത്രിക്ക് അവകാശപ്പെട്ടത് കൊണ്ടുപോകാനാകുമോ എന്ന് വ്യക്തമാക്കുന്നുണ്ട്. മുൻകാല നടപടിക്രമങ്ങൾ എന്തു തന്നെയായാലും ഇത്തരത്തിലുള്ള വസ്തുക്കൾ പൊതു സ്വത്തായതിനാൽ ദേവസ്വം സ്വത്താണെന്ന് ബോർഡ് വ്യക്തമാക്കുന്നുണ്ട്. അതായത് വാജിവാഹനം കീഴ്വഴക്കത്തിന്റെയും ആചാരത്തിന്റെയും പേരിൽ തന്ത്രി കണ്ഠര രാജീവർക്ക് കൈവശം വയ്ക്കാനാകില്ല. 2017 പ്രയാർ ഗോപാലകൃഷ്ണൻ ഭരണസമിതിക്ക് വാജിവാഹനം കൈമാറാനുമാകില്ല. കാരണം ദേവസ്വം ഉത്തരവിന്റെ നഗ്നമായ ലംഘനമാണ്. പക്ഷേ അന്നത്തെ ദേവസ്വം ബോർഡ് അംഗം ഈ വീഴ്ച കാണുന്നില്ല, ന്യായീകരിക്കുകയും ചെയ്യുന്നു. ഇത്രയും കാലം അനുവർത്തിച്ചു പോരുന്ന ആ തന്ത്ര സമുച്ചയത്തിലെ കീഴ്വഴക്കം അനുസരിച്ച് ആ വാജിവാഹനം തന്ത്രിക്ക് കൊടുത്തു. അത് തന്ത്രി കയ്യിൽ ഉണ്ട് എന്ന് പറയുന്നു. ഞാൻ ദേവസ്വം ബോർഡിന് തരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് കത്ത് കൊടുത്തു. ഇത്രയും സുതാര്യമായ ഒരു കാര്യം പുതുതായി എന്തോ കണ്ടുപിടിച്ചു എന്ന മട്ടിൽ ഈ വാജിവാഹനത്തെ കുറിച്ചുള്ള ചർച്ച നടത്തുന്നത് വേദനാജനകമാണ്. എന്നാൽ ഉത്തരവ് പുറത്തുവന്ന് വിവാദമായതോടെ അന്നത്തെ ബോർഡ് നേതൃത്വം തലയുരാൻ ശ്രമിക്കുകയാണ്. ഇങ്ങനൊരു ഉത്തരവുള്ളതായി അറിയില്ലായിരുന്നു എന്നാണ് അന്നത്തെ ദേവസ്വം ബോർഡ് നേതൃത്വത്തിലുണ്ടായിരുന്ന അംഗം അജയ് തറയിൽ വ്യക്തമാക്കുന്നത്. ഈ ഓർഡർ ഉണ്ട് എന്ന കാര്യം എന്നോട് അന്നത്തെ കമ്മീഷണർ പറഞ്ഞിട്ടില്ല, സെക്രട്ടറി പറഞ്ഞിട്ടില്ല, എക്സിക്യൂട്ടീവ് ഓഫീസർ പറഞ്ഞിട്ടില്ല, AO പറഞ്ഞിട്ടില്ല, ലെജിസ്ലേറ്റീവ് ഓഫീസർമാർ, വക്കീലുമാർ ആരും ഈ വിഷയത്തെക്കുറിച്ച് അവിടെ പ്രതിപാദിച്ചിട്ടില്ല. ശബരിമല തന്ത്രിക്ക് ഇത്തരമൊരു അധികാരം ദേവസ്വം മാനുവലിലോ തന്ത്ര സമുച്ചയത്തിലോ പരാമർശിക്കുന്നുമില്ല. അതായത് തന്ത്രി കണ്ഠര രാജീവർക്ക് വാജിയിൽ അധികാരമുണ്ടെന്ന് വ്യക്തമാക്കുന്ന ലിഖിതമായ ഒരു രേഖയും നിലവിലില്ല. ഏതായാലും വാജിവാഹനവുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകൾ മറ്റൊരു അന്വേഷണത്തിലേക്ക് കൂടി നീങ്ങുകയാണ്. 2017 അന്നത്തെ ദേവസ്വം ബോർഡ് നേതൃത്വം തന്ത്രി കണ്ഠര രാജീവർക്ക് കൈമാറിയ വാജിവാഹനം തന്നെയാണോ ഇപ്പോൾ SIT കണ്ടെടുത്തത് എന്നത് അന്വേഷണത്തിലൂടെ കണ്ടെത്തേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ശാസ്ത്രീയമായ പരിശോധന അടക്കം വേണ്ടിവരും. കോടതിയുടെ ഭാഗത്ത് നിന്ന് അത്തരമൊരു ഇടപെടലിനും വഴിയൊരുങ്ങുകയാണ്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഭരണസമിതിയുടെ സമയത്തുള്ള വാജിവാഹന കൈമാറ്റത്തിൽ പ്രതികരണവുമായി VD സതീശൻ. എന്തൊക്കെ ആരോപണങ്ങൾ ഉന്നയിച്ചാലും സ്വർണ്ണക്കൊള്ള മറക്കാൻ കഴിയില്ല. 50 വർഷം കൂടി പിന്നിലോട്ട് പോയി അന്വേഷണം നടത്തട്ടെ എന്നും സതീശൻ പറഞ്ഞു. കോൺഗ്രസ് ഭരണസമിതിയുടെ കാലത്തായിരുന്നു ഈ വാജിവാഹനം കൈമാറിയത്. 50 കൊല്ലം മുമ്പിലേക്കൂടി പുറയിലേക്കൂടി പോട്ടെ എന്ന് അന്വേഷിക്കട്ടെ എന്ന് ഏത് കാര്യം അന്വേഷിച്ചാലും ഇപ്പൊ സ്വർണ്ണക്കൊള്ള നടത്തിയത് മറയ്ക്കാൻ പറ്റുമോ? അതും മറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാ പറയണത്? സോണിയാഗാന്ധിയുടെ പേര് വരെ വലിച്ചടിച്ച് സ്വർണ്ണക്കൊള്ള മറയ്ക്കാൻ വേണ്ടി. അയ്യപ്പന്റെ സ്വർണം കവർന്നെടുത്ത ആളുകൾ ഇപ്പോഴും ജയിലിൽ കിടക്കുക. അവരിപ്പോഴും പാർട്ടിക്കാരാണ്. അവർക്കെതിരായി ഒരു നടപടി പോലും എടുക്കാത്തവരാണ് ഇവർ. കാരണം അവർക്കെതിരായി നടപടി എടുക്കാൻ പേടിയാണ്. അവരെ സംരക്ഷിക്കുകയാണ്. CPM അവർക്ക് കുടപിടിച്ചു കൊടുക്കുകയാണ്. അവസാനം കോടതി ഇടപെട്ടിട്ടില്ല. ഇന്നലത്തെ അറസ്റ്റ് പോലും നടന്നത് അല്ലേ? ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നിർണായക പരിശോധനാ റിപ്പോർട്ടും ഇന്ന് കോടതിയിലെത്തി. VSCയിൽ നടത്തിയ പരിശോധനാ റിപ്പോർട്ട് സീൽ വെച്ച കവറിൽ സമർപ്പിച്ചിരിക്കുകയാണ്. പാളികൾ അതേപടി മാറ്റിയോ എന്ന് അറിയാനായിരുന്നു ഈ പരിശോധന നടത്തിയത്. ശബരിമലയിൽ നിന്നും സാമ്പിളുകൾ ശേഖരിച്ചാണ് പരിശോധനയ്ക്ക് അയച്ചത്. രാഹുൽ ജിനാഥ് പറയും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഉത്തരമില്ലാത്ത പല ചോദ്യങ്ങൾ ഇപ്പോഴും മുന്നിലുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി മുന്നിലുള്ളത് സ്വർണം പൂശാനായി കൊണ്ടുപോയ പാളികൾ, അത് കൊണ്ടുപോയ പാളി തന്നെയാണോ ഇവർ തിരിച്ചെത്തിച്ചത് എന്നുള്ളതാണ്. മുന്നിലുള്ളത് 2 മൊഴികളാണ്. ഒന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടേതാണ്, മറ്റൊന്ന് പങ്കജ് ഭണ്ഡാരിയുടേതാണ്. ഇവർ രണ്ടുപേരും പറയുന്നത് കൊണ്ടുപോയ സ്വർണ്ണപ്പാളിയിൽ നിന്നും സ്വർണം ഒരുക്കിയ ശേഷം അതേ പാളിയിൽ തന്നെ സ്വർണം ഇലക്ട്രോപ്ലേറ്റ് ചെയ്താണ് തിരിച്ചെത്തിച്ചതെന്ന് പറയുന്നു. ഇത് വിശ്വസിക്കാനാകുമോ എന്ന ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അതിൽ ഇത്തരം ചോദ്യങ്ങൾക്ക് ഏറ്റവും പ്രധാനമായി ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ കഴിയുന്ന രേഖയാണിപ്പോൾ SIT കൊല്ലം വിജിലൻസ് കോടതിക്ക് മുൻപാകെ നൽകിയിരിക്കുന്നത്. സീൽ ചെയ്ത കവറിൽ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമുണ്ട്. കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ ശബരിമലയിൽ നിന്നെടുത്ത സ്വർണത്തിന്റെ സാമ്പിളുകൾ പരിശോധിച്ചത്.
ഏറ്റവും പ്രധാനമായി SIT ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും കട്ടിളപ്പാളിയിൽ നിന്നും സ്വർണത്തിന്റെ സാമ്പിൾ എടുത്തു. കൂടാതെ ഏറ്റവും നിർണായകമാകുന്നത് കൊള്ള നടക്കാത്ത ഇടങ്ങളിൽ, ശ്രീകോവിലിനുള്ളിൽ കൊള്ള നടക്കാത്ത ഇടങ്ങളിലെ സ്വർണം കൂടി അവർ സാമ്പിളായി ശേഖരിച്ചിരുന്നു. ഈ 2 സ്വർണം, അതായത് കൊണ്ടുപോയി തിരികെ എത്തിച്ച പാളിയിലെ സ്വർണവും ഒപ്പം പഴയ സ്വർണവും 1998 സ്ഥാപിച്ച ആ പാളിയും ആ പാളിയിലെ സ്വർണവും തമ്മിൽ താരതമ്യ പഠനം നടത്തും. അപ്പോഴാകും കൊണ്ടുപോയ പാളി തന്നെയാണോ തിരികെ വന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം ലഭിക്കുക. എന്തായാലും പാളി തന്നെ വിറ്റോ എന്ന ചോദ്യം, ഈ കൊണ്ടുപോയ പാളി തന്നെ വിറ്റ് കാശാക്കിയോ എന്നുള്ള സംശയം നിലനിൽക്കുകയാണ്. അതിന് വ്യക്തമായ ഉത്തരം ഈ ശാസ്ത്രീയ പരിശോധന രേഖയിൽ കാണും, അതിൽ തെളിവായി ഉണ്ടാകും. അത് ആ തെളിവാണ്, നിർണായകമായ തെളിവാണ് ഇപ്പോൾ എന്തായാലും SIT സംഘം കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ നിർണായകമായ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അന്വേഷണം അതിൻ്റെ ഗതി നിർണ്ണയിക്കും. പിന്നീട് ഈ തെളിവുകളാകും അന്വേഷണം ഏത് രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നു. വർഷങ്ങൾക്ക് മുൻപ് വാജിവാഹനം കൈമാറിയതിൽ അത്ര ദുരൂഹതയുണ്ടെന്ന് സംശയിക്കാനാകില്ല. നടപ്പ് രീതി എന്ന നിലയിലുള്ള കൈമാറ്റമായി വേണമെങ്കിൽ പരിഗണിക്കാം. എന്നാൽ ശബരിമലയിൽ നടന്നിരിക്കുന്ന ഇപ്പോഴത്തെ ഈ സ്വർണ്ണക്കൊള്ളയുടെ പശ്ചാത്തലത്തിൽ അതും സംശയ നിഴലിലാവുകയാണ്. ചട്ടപ്രകാരം തെറ്റുമാകുന്നു. ചട്ടം പാലിക്കേണ്ടത് ദേവസ്വം ബോർഡും. ഇക്കാലം അത്രയും ദേവസ്വം ബോർഡ് എന്ന സംവിധാനം പ്രവർത്തിച്ചിരുന്നത് എന്തിനെന്ന സംശയമാണ് ബാക്കി. ക്ഷേത്രങ്ങളുടെ സംരക്ഷകരാവേണ്ടവർ തന്നെ കട്ടുമുടിക്കാൻ കൂട്ടുനിന്നവരായി മാറി. ഭഗവാന്റെ സ്വത്ത് ഭഗവാന്റേത് മാത്രമാണ്. ഈ അന്വേഷണത്തിനൊടുവിൽ ഒരു തരി പോലും നഷ്ടപ്പെടാതെ അയ്യപ്പന്റെ സ്വത്തുക്കൾ അയ്യപ്പ സമക്ഷം എത്തുമെന്ന് പ്രതീക്ഷിക്കാം.